ഒരു തുള്ളി പെട്രോൾ കയ്യിലോ വായിലോ ആകാതെ കുപ്പിയിലേക്ക് ആക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വഴിയിൽ പെട്ട് കഴിഞ്ഞാൽ പമ്പില്ലാത്തൊരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കണം, ജസ്റ്റ് പമ്പിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകണമെങ്കിൽ അത്യാവശ്യം പെട്രോൾ വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും വരിക വണ്ടിയും കൊണ്ടുവരും, ആക്റ്റീവുള്ള വണ്ടികൾ കൊണ്ടുവന്നാൽ അതിൽ നിന്ന് നമുക്കൊരു അല്പം പെട്രോൾ എടുക്കാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നമുക്ക് ഒരുപാട് ഐറ്റംസ് വേണം. അതായത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കുപ്പിയും മതി. പ്ലാസ്റ്റിക് കുപ്പിയും പിന്നെ നമ്മുടെ വാട്ടർ ലെവൽ നോക്കുന്നൊരു ട്യൂബിൻ്റെ ഒരറ്റം നമ്മൾ മാക്സിമം പെട്രോളിലേക്ക് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ തന്നെ ഇടുക. അതിനുശേഷം മറ്റേറ്റം നമ്മൾ മാക്സിമം ചെറുതായിട്ടൊന്ന് ഇരുന്നിട്ട് ഇത് കുപ്പി താഴേക്ക് വെക്കണം. താഴേക്ക് വെച്ച ശേഷം ട്യൂബ് ഇതിലേക്ക് ഇടുക. ഈ കുപ്പി നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതോടൊപ്പം തന്നെ കുപ്പിയുടെ മോൾ ഭാഗവും പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ച ശേഷം ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും പെട്രോൾ ഇതിലേക്ക് വീഴുന്നുണ്ട്. ഒരു തുള്ളി പെട്രോൾ പോലും നമ്മുടെ കയ്യിലാകുകയുമില്ല, ദേഹത്ത് വീഴത്തുമില്ല. അതുപോലെ തന്നെ ട്യൂബിൻ്റെ അറ്റം വായിലേക്ക് വെച്ച് നമ്മുടെ വായിലേക്ക് പെട്രോൾ പോകത്തുമില്ല. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മൾ ആദ്യമേ ട്യൂബ് പെട്രോൾ ടാങ്കിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കുപ്പിയിലേക്കുള്ള ഐറ്റം ഒന്ന് ജസ്റ്റ് പൊക്കി വെച്ച ശേഷം വേണം ഈ ടാങ്കിൽ നിന്നുള്ള ട്യൂബ് എടുക്കാൻ. അല്ലെങ്കിൽ എടുത്ത പെട്രോൾ റിട്ടേൺ നമ്മുടെ ടാങ്കിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ ഉപകാരമാണ്. ഇത് ആരും മിസ്യൂസ് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ കുപ്പികളിൽ പെട്രോൾ ഉപയോഗിക്കുന്നതിന് വളരെ ദോഷമാണ്. അതുപോലെ തന്നെ വണ്ടി വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് പെട്രോൾ മാക്സിമം ഊറ്റാതിരിക്കുക.